ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കല്യാണ വീട്ടിലേക്ക് കിട്ടുന്ന പോലത്തുള്ള അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി കല്യാണ വീട്ടിലേക്ക് പാചകത്തിന് പോകുന്ന ഒരു ചേട്ടൻ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ഞാൻ ഒരു തവണ വീട്ടിലുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടന്നാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 850 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ 3 മീഡിയം സൈസുള്ള സവാള എടുത്തോളൂ. ഇതിപ്പോൾ 1 കിലോ തികച്ചില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 സവാള മാത്രം എടുത്തത്. ഇൻ കേസ് നിങ്ങളിപ്പോൾ എടുക്കുന്നത് 1.5 കിലോ വരെയുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ 3 സവാള മാത്രം എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ചതച്ചെടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളൊക്കെ കാണും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ ചതച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഇതിലോട്ട് എരിവിന് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇത്ര മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങ് കൂടി വേണം. ഇപ്പോൾ സാധാരണ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതിയോളം മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ 15 തൊട്ട് 20 പീസ് വരെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന്, അതായത് 1 കിലോ 1.5 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ 15 ടു 20 പീസ് വരെ അണ്ടിപ്പരിപ്പ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ കിടന്ന് കുതിരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് കാഷ്യൂനട്ടൊക്കെ കുതിരുന്ന ടൈം കൊണ്ട് ഞാനിവിടെ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു തേങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പകുതി ഭാഗം മാത്രം മതി. ഇപ്പം ഞാൻ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1 ഏലക്ക, 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, ഇത്രയുമാണ് കേട്ടോ. ഇതുകൂടി ഞാൻ ആ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകമാണ്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച ആശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇത് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിത് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇവിടുത്തെ തണുപ്പ് കാരണം വെളിച്ചെണ്ണ കട്ട പിടിച്ചതാണ്. ഇത് മെൽറ്റായി വരുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സവാള നമുക്ക് വഴറ്റിയെടുക്കാം. അധികം ഓവറായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറി വരട്ടെ. ഇനി ഞാൻ ഇതിലോട്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലോട്ടേക്ക് അവസാനമായിട്ട് ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറുമ ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് പൊടികളുടെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറുമ ആയതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറക്കാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വെള്ള കളറിലാണ് കുറുമ വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണിൽ താഴെയായിട്ട്, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ കല്യാണ വീടുകളിലൊക്കെ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്യുക. ഞാനിവിടെ ബ്ലാക്ക് പെപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കളർ വ്യത്യാസം വരും കേട്ടോ, അതുകൊണ്ടാണ് വൈറ്റ് പെപ്പർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ബ്ലാക്ക് പെപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു കറിയുടെ കളറിലൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ തന്നെ എടുത്തോളൂ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു മസാലയൊക്കെ ചിക്കനിലോട്ട് ഒന്ന് പിടിച്ചോട്ടെ. ഇപ്പം ഞാൻ ഇതാ ഒരു മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തെടുത്താണ്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നേരത്തെ പകുതി തേങ്ങ നമ്മൾ അരയ്ക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു തേങ്ങയുടെ പാലെടുത്തതാണ്. ഈ ഒരു പാല് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് വേണം ഈ ഒരു ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. ഇനി ഈ ഒരു ടൈം നമുക്ക് ഉപ്പ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളൊഴിച്ച തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങയും കശുവണ്ടിയൊക്കെ ചേർത്തിട്ട്, ആ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറി കട്ടിയായതുപോലെ, അതായത് കുറുകിയതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലോട്ട് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിപ്പോൾ അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈം എരിവ് നോക്കിയിട്ട് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഈ ഒരു തീ ഓഫ് ചെയ്താലും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അവസാനമായിട്ട് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ കുറുമയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിലോട്ട് ഇട്ടേക്കുന്നത് സവാളയാണ്. സാധാരണ ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു സവാള നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
ഇപ്പം ഇത് നമ്മുടെ കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളാപ്പത്തിൻ്റെ കൂടെയോ ഒപ്പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കുറുമക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.